അധിക്ഷേപം അവകാശമാക്കിയ ചിലരുണ്ട്. അവരെയാണ് നമ്മൾ മാപ്രാന്ന് വിളിക്കുന്നത്. ദൃശ്യമാധ്യമ പ്രവർത്തകരാണ്. ചിലർ മുതലാളിക്ക് വേണ്ടി ആയിട്ട് ചെയ്യും, ചിലരുടെ ഒരു ആത്മസുഖം ഉണ്ടല്ലോ അതിനു വേണ്ടി ചെയ്യും. അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് മനോരമയിൽ നിന്ന് പണിപിടിച്ചു വന്ന അബ്ജോദ് വർഗീസ്. പരിഹാസം ഇങ്ങനെ തലയിൽ നിറച്ചു വെച്ചിട്ട് വരും. അതിങ്ങനെ ഇടതുപക്ഷത്തിനെതിരെ ഇങ്ങനെ എറിഞ്ഞ് ആഘോഷിച്ചു പോകും. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെയും ഷാഫി പറമ്പിലിനെയും തടഞ്ഞു നിർത്തി ചെക്ക് ചെയ്തു എന്നുള്ളതിൻ്റെ പേരിൽ ഇന്നലെ ഉണ്ടായ ആ നാടകങ്ങളുടെ ഇടയ്ക്ക് ആ ഡയലോഗുകളിൽ വന്ന വൃത്തികേട്, പക്ഷെ ഒരിക്കലും നമ്മുടെ മാധ്യമപ്രവർത്തകർ അത് വൃത്തികേടാണെന്ന് പറഞ്ഞില്ല. എന്തായാലും അതിനെക്കുറിച്ച് നമ്മുടെ അബ്ജോദ് വർഗീസ് പറയാണ്, സാഹിത്യകാരന്മാരെ കൂടി അവിടെ ടാഗ് ചെയ്തിട്ടാണ് പറയുന്നത്. നമുക്ക് അതൊന്ന് കേൾക്കാം. കാരണമാകുമെന്നുള്ളൊരു കൃത്യമായ ധാരണ ഷാഫിക്ക് ഉണ്ടായിരുന്നുകൊണ്ടായിരിക്കണം നീലപ്പെട്ടിയൊക്കെ കിട്ടിയോ എന്നൊക്കെയുള്ള കാര്യം എടുത്തു ചോദിക്കുന്നത്. പക്ഷേ അവിടെയും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ഉദ്യോഗസ്ഥനോട് കയർത്ത് സംസാരിച്ചത് ഒരു തിരിച്ചടിയാകുമോ എന്നുള്ള ആശങ്ക UDF ഉള്ളതുകൊണ്ടാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് പോലും ഈ പെട്ടിയുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവന നടത്താൻ തയ്യാറാകാതിരുന്നത്. അങ്ങനെ രണ്ടു കൂട്ടർക്കും നിലവിൽ ആ പെട്ടിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അവിടെ ഉപേക്ഷിക്കപ്പെടുകയാണ് ആ പെട്ടി. പക്ഷേ എന്തായാലും എത്രയെങ്കിലും പറഞ്ഞാലും ഇത് വോട്ടർമാർക്കിടയിലും ആളുകൾക്കിടയിലും ഒക്കെ പലതരത്തിലുള്ള ചർച്ചകൾക്ക് കാരണമായിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളിൽ എന്തായാലും ഈ പെട്ടി ഒരു പ്രധാന ചർച്ചാ വിഷയമായി വരില്ല. അതേസമയം സോഷ്യൽ മീഡിയയിൽ ഈ രണ്ട് ചേരിയായി തിരിഞ്ഞുകൊണ്ട് ഈ പെട്ടിയുടെ ഈ നിലമ്പൂരിലെ പെട്ടിയെ ചൊല്ലിയും LDFിന്റെയും UDFിന്റെയും അണികൾ വാക്പോര് തുടരുകയുമാണ്. ശരി ശ്യാമ, സോഷ്യൽ മീഡിയയിലുള്ള മഹാഭൂരിപക്ഷം ആളുകളും നിലമ്പൂർ വോട്ടുണ്ടായിരുന്നെങ്കിൽ എന്ന് പറയുന്ന ആളുകളായതുകൊണ്ട് പ്രത്യേകിച്ച് ഫലമൊന്നും ഉണ്ടാക്കില്ല എന്ന് കരുതാം. ശ്യാമ, സോഷ്യൽ മീഡിയയിലുള്ള മഹാഭൂരിപക്ഷം ആളുകളും നിലമ്പൂർ വോട്ടുണ്ടായിരുന്നെങ്കിൽ എന്ന് പറയുന്ന ആളുകളായതുകൊണ്ട് പ്രത്യേകിച്ച് ഫലമൊന്നും ഉണ്ടാക്കില്ല എന്ന് കരുതാം. അബ്ജോദ്, നിങ്ങളുടെ വൃത്തികെട്ട വാക്കുകൾക്കുള്ള മറുപടിയാണ് ഇന്ന് രാവിലെ മാങ്കൂട്ടം പറഞ്ഞത്. നാടക കലാ ജീവിതത്തിലൂടെ ചരിത്രത്തിലേക്ക് നടന്നു കയറിയ സഖാവ് നിലമ്പൂർ ആയിഷുമ്മയെ ചീത്ത പറഞ്ഞ് വൃത്തികേട് പറഞ്ഞ് അധിക്ഷേപിച്ചുകൊണ്ടാണ് നമ്മളുടെ ഇയാളുടെ സുഹൃത്തുക്കൾ തുടങ്ങുന്നത്. അതെ, അവിടെ നിന്ന് KR മീരയെ അങ്ങനെ വേണ്ട സാഹിത്യകാരന്മാരെ, ഇടതുപക്ഷ അനുഭാവം പ്രകടിപ്പിച്ച സാഹിത്യകാരന്മാരെ ഒക്കെ വ്യക്തി തിരിഞ്ഞ് അധിക്ഷേപിക്കുന്ന രീതിയിൽ വരുമ്പോഴും ഇവർക്കത് ഒരു പരിഹാസമായിട്ടോ അല്ലെങ്കിൽ അധിക്ഷേപമായിട്ടോ തോന്നില്ല അബ്ജോദെ. നിങ്ങൾക്ക് ഊണ് കിട്ടുന്നിടത്തൊക്കെയല്ലേ നിങ്ങളുടെ കൂറുണ്ടാവുള്ളൂ. വിരോധമില്ല. 100 പോയിന്റിന് താഴെയാണ് ഏഷ്യാനെറ്റിന്റെ ഇപ്പോഴത്തെ ബാർക്ക് റേറ്റിംഗിലെ പോയിന്റ്. അത് തന്നെയാണ് ധാരാളം. 2ാം സ്ഥാനത്താണ്. അതും അടിപൊളിയായിട്ട്. വിഡ്ഢിത്തം ചെയ്യുക, അതിനെ അനുകൂലിക്കുക എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നതാണ് നിങ്ങളുടെ പരിപാടി. നമുക്ക് ഈ വാർത്തയുടെ തുടക്കത്തിൽ അബ്ജോദ് പറയുന്നു ഒന്ന് കേൾക്കാം. ഓരോ ദിവസവും ഓരോരോ വിഷയങ്ങളാണ് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് രംഗത്തെ സജീവമാക്കുന്നത്. ഓരോന്നോരോന്നായി ഇങ്ങനെ മാറി വരികയാണ്. എന്തായാലും ഇന്ന് ഈ ദിവസത്തെ സജീവമാക്കിയത് പുതിയൊരു പെട്ടിയാണ്. പാലക്കാട് നീലപ്പെട്ടിയെങ്കിൽ ഇവിടെ തുറന്നിട്ടൊന്നും ഇല്ലാതിരുന്ന പെട്ടിയാണ്. ഇവിടെ വലിയ പരാതിയൊന്നുമില്ല. യുവ നേതാക്കൾക്ക് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടും PK ഫിറോസും ഒക്കെ സഞ്ചരിച്ചിരുന്ന ഒരു കാറ് തെരഞ്ഞെടുപ്പ് നിരീക്ഷകരും പോലീസും ചേർന്ന് തടഞ്ഞു നിർത്തി. സ്വാഭാവികമായി സാധാരണ രീതിയിൽ നടക്കുന്നത് പോലെയുള്ള വാഹന പരിശോധന നടത്തി. പക്ഷേ അവർക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ടോ എന്തോ പെട്ടി ഉൾപ്പെടെ എടുത്ത് പുറത്തു വെച്ച് പരിശോധിക്കാൻ ഉദ്യോഗസ്ഥരെ നിർബന്ധിച്ചു. ഉദ്യോഗസ്ഥരെ ഉള്ള പാരിതോഷികം രാഹുൽ മാങ്കൂട്ടം നിനക്കുള്ള പാരിതോഷികം അവിടെ വെച്ച് പ്രഖ്യാപിക്കുകയും ചെയ്തു. വലിയ വിവാദമായി. പക്ഷേ ഒരു ഘട്ടത്തിനപ്പുറത്തേക്ക് പോകുമെന്ന് തോന്നുന്നില്ല. കാരണം ഇടതുപക്ഷം CPM ഇതിൽ പാലക്കാട്ട് ഇതുപോലെ കയറി കൊരുത്തിൽ. എന്താണ് സംഭവിച്ചതെന്ന് കാണാം നമുക്ക് ആദ്യം. പാലക്കാട് പെട്ടി കൊണ്ടുപോകുമ്പോൾ ഇദ്ദേഹത്തിനെ വഴിയിൽ വെച്ചൊക്കെ മാധ്യമപ്രവർത്തകർ വിളിക്കുന്നുണ്ട്. പക്ഷേ വിളി എടുക്കുന്നില്ല. കോഴിക്കോട് എവിടെയോ ചെന്നൊരു പോലീസ് സ്റ്റേഷന് മുമ്പിൽ ഒന്ന് വീഡിയോ ഇട്ട് ഞാനിവിടെ പണ്ടേ ഉള്ളതാണ് എന്ന് പറഞ്ഞു. അന്ന് 24ന്റെ മാധ്യമപ്രവർത്തകനെ ഒരാളെ നിങ്ങളുടെ മാധ്യമപ്രവർത്തകൻ തല്ലിയത് റിപ്പോർട്ടർ TVയുടെ ക്യാമറയിലൂടെ ഞങ്ങൾ കണ്ടു. അത് മർദ്ദനമല്ല, സ്നേഹമർദ്ദനാണ്. ഈ തൃശ്ശൂർ DCC ഓഫീസിലൊക്കെ ഉണ്ടായ പോലെയുള്ള സൗഹൃദ തല്ലുകളാണ്. എന്തായാലും വിരോധമില്ലേ മാപ്രകളെ. ഇനി ഒന്ന് പറയാനുണ്ട് എന്ന് വെച്ചാൽ അത് ഈ S ശ്യാംകുമാർ എന്ന് പറഞ്ഞ ആ മാധ്യമപ്രവർത്തകനെ കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് അന്തിമഹാകാളൻകാവിൽ വന്ന് ഇറങ്ങുകയാണ് ചേലക്കര തെരഞ്ഞെടുപ്പിൻ്റെ. അവിടെ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ ആദ്യം വിളിച്ചു പറയാണ് K രാധാകൃഷ്ണൻ, അദ്ദേഹത്തിന് ഇവിടുത്തെ വെടിക്കെട്ട് നടത്താൻ പറ്റിയില്ല എന്നുള്ളതാണ് വാർത്ത. കാരണം ബാക്കിയുള്ള ലോകത്തുള്ള എല്ലാവരും മണ്ടന്മാരാണല്ലോ. ഞങ്ങളവിടെ ചെന്നു, ആ വസ്തുത അന്വേഷിച്ചു. ആ വസ്തുത അന്വേഷിക്കേണ്ട, കാരണം തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട പെസോന്റെ നിയമങ്ങളുടെ നിയന്ത്രണങ്ങളാണ് വെടിക്കെട്ട് നിയന്ത്രണങ്ങൾ ഉണ്ടാക്കിയത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ മാധ്യമപ്രവർത്തകർ പറഞ്ഞില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം അവിടെ ചെന്ന് പറഞ്ഞു, ഈ പൂരത്തിന് പറഞ്ഞു, കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അനുകൂലമായി. ഇപ്രാവശ്യം വാർത്തയില്ല. കേരള സർക്കാരാണ് അത് മുടക്കിയത് എന്നുള്ള വാർത്തയില്ല. അത്രയേ ഉള്ളൂ നിങ്ങളുടെ വാർത്തകൾ. അതിൽ കൂടുതലൊന്നും പറയുന്നില്ല. ഇനി നമുക്ക് ഷാഫിനെ കുറിച്ച് കൂടി ഒന്ന് കണ്ടിട്ട് തൽക്കാലം ഈ വീഡിയോ അവസാനിപ്പിക്കാം. നേതാവിന്റെ അന്ത്യാഭിലാഷം നടത്തിക്കൊടുത്ത പ്രവർത്തകർ താൻ മരിച്ചാൽ തന്റെ മൃതദേഹം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഷാഫി പറമ്പിലിനെയും കോൺഗ്രസ് നേതാവായ
CP മുഹമ്മദിനെയും കാണിക്കരുത് എന്നായിരുന്നു ഇന്നലെ അന്തരിച്ച പാലക്കാട് DCC വൈസ് പ്രസിഡന്റും പട്ടാമ്പി നഗരസഭയുടെ മുൻ ചെയർമാനുമായ KSBA തങ്ങളുടെ അന്ത്യാഭിലാഷം. തങ്ങൾ മരിക്കുന്നതിന് മുമ്പ് അടുത്ത പാർട്ടി പ്രവർത്തകരോടും ബന്ധുക്കളോടും ആവശ്യപ്പെട്ടിരുന്നു. ഇത് കോൺഗ്രസ് പ്രവർത്തകർ അക്ഷരം പ്രതി അനുസരിക്കുകയായിരുന്നു. ഷാഫി പറമ്പിലും CP മുഹമ്മദും എത്തിയാൽ മൃതദേഹം കാണിക്കില്ല എന്ന വാശിയിലുമായിരുന്നു പ്രവർത്തകർ. ഇത് ഒഴിവാക്കാൻ മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകർ പലവട്ടം ബന്ധുക്കളുമായി ചർച്ച നടത്തിയിരുന്നു. 2 ദിവസം മുമ്പ് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ KSBA തങ്ങളെ കാണാൻ ഷാഫി പറമ്പിൽ എത്തിയിരുന്നു. എന്നാൽ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ബന്ധുക്കൾ തങ്ങളെ കാണാൻ അനുവദിച്ചിരുന്നില്ല. തന്നെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാൻ ശ്രമിച്ച 2 വ്യക്തികളാണ് ഷാഫി പറമ്പിലും CP മുഹമ്മദും എന്നാണ് തങ്ങൾ അടുത്ത സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നത്. ഷാഫി പറമ്പിലിന്റെ രാഷ്ട്രീയ ഗുരുനാഥൻ കൂടിയാണ് KSBA തങ്ങൾ. ഷാഫി പറമ്പിലിന്റെ രാഷ്ട്രീയ ഗുരുനാഥൻ കൂടിയാണ് KSBA